മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് BJPയും കോൺഗ്രസും പറഞ്ഞു. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ എത്താൻ പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ തന്നെയും BJPയും കോൺഗ്രസും ചേർന്ന് സൃഷ്ടിക്കുന്ന പുകമറയാണ് എന്നുള്ളതാണ് CPM പ്രധാനമായി ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തെളിവും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത് അവർ വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അഭിജിത്തെ, സ്വപ്ന സുരേഷ് ഈ UAE കൗൺസിലേറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്നപ്പോൾ അവർ കള്ളക്കടത്ത് നടത്തിയിട്ടില്ല. അവർ ഒരു ദിവസം പെട്ടി മറന്നു വച്ചു എന്ന വ്യാജേന പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് പ്രകാരം പിണറായി വിജയൻ്റെ പെട്ടി UAEയിൽ എത്തിച്ചു കൊടുത്തപ്പോഴാണ് ഇവർ വൈദഗ്ധ്യമുള്ള ഒരാളാണെന്ന് മനസ്സിലായി. UAE കൗൺസിലേറ്റിൽ നിന്ന് ഇറക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടിരുത്തി 22 സ്വർണ്ണക്കടത്ത് ആ സ്ത്രീയെ കൊണ്ട് നടത്തിപ്പിച്ചത്. ഓർക്കണം, ഇതിന് മുഴുവൻ നേതൃത്വം നൽകിയത് M. ശിവശങ്കരനാണ്. M. ശിവശങ്കരൻ ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഓൺ ബിഹാഫ് ഓഫ് CM എന്ന നിലയിലാണ് M. ശിവശങ്കരൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കരൻ ജയിലിൽ കിടന്ന് എത്ര കാലമാണ് ജയിലിൽ കിടന്ന്? 3-4 മാസം ജയിലിൽ കിടന്നില്ലേ? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്വേഷണം എത്താത്തത് കൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയലുകൾ മുഴുവൻ തന്നെ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ വന്ന് എടുത്തുകൊണ്ട് പോയില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ കൊണ്ടുപോയില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആൾക്കാരെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ നിരവധി പ്രാവശ്യം ചോദ്യം ചെയ്തില്ലേ? ആകെ ഈ കേസിൽ ഒരു പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങാനുള്ള സാങ്കേതികമായിട്ടുള്ളൊരു തടസ്സമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ എന്നെപ്പോൽ കാലിലും വെല്ലുന്ന ഒരു കൊള്ളക്കാരനാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. PV അൻവർ അക്കാര്യം ADGP MR രാജ്കുമാറിനെതിരെ പറയുകയും ചെയ്തിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിം. കാരണം ഇതിൻ്റെ പകുതി തെളിവുകൾ കിടക്കുന്നത് രാജ്യത്തിന് പുറത്താണ്. അപ്പോൾ രാജ്യത്തിന് പുറത്തുള്ളൊരു ഏജൻസിയുമായിട്ട് ഒരു കള്ളക്കടത്ത് നടത്തുമ്പോൾ, ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ അതിന് കുറച്ച് പരാധീനതകളുണ്ട്. ആ അന്വേഷണത്തിന് ചില പരിമിതികളുണ്ട്. പരിമിതികളെന്ന് പറഞ്ഞാൽ അത് ഈ IPC പ്രകാരം, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരവും അല്ല ആ അന്വേഷണം പോവുക. അത് വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ പോകും. അതുകൊണ്ട് പിണറായി വിജയനിലേക്ക് അറസ്റ്റ് എത്തുന്നതിന് അല്പം കൂടെ വൈകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ ആത്മാഭിമാനമുള്ള പാർട്ടിയാണെങ്കിൽ CPI LDFിൽ നിന്ന് പുറത്തു വരണം, CPMൽ നിന്ന് പുറത്തു വരണം എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ വീണ്ടും CPIയെ സ്വീകരിക്കാൻ മാലയണിച്ച് കോൺഗ്രസിനൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അണിയറയിൽ വളരെ സജീവമായി കോൺഗ്രസിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. CPI കോൺഗ്രസിലേക്ക് പോകുമോ? യഥാർത്ഥത്തിൽ CPI കോൺഗ്രസിലേക്ക് പോകുന്നത് അത്ഭുതം എന്നുള്ള കാര്യമൊന്നുമല്ല. കാരണം CPI എന്ന് പറയുന്നത് വ്യക്തിത്വമോ പരിശുദ്ധിയോ ആത്മാഭിമാനമോ അന്തസ്സോ കേരള രാഷ്ട്രീയത്തിൽ പുലർത്താൻ ഒട്ടും തന്നെ പരിശ്രമിച്ചിട്ടില്ലാത്തൊരു പാർട്ടിയാണ്. ആരുടെയും അടിയാളന്മാരായിട്ട് ജീവിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു പാർട്ടിയാണ് CPI. അതുകൊണ്ട് CPI യഥാർത്ഥത്തിൽ CPIക്ക് എന്തെങ്കിലും അന്തസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ എന്താ പറയുക ആയാറാം ഗയാറാം എന്നുപോലെ കോൺഗ്രസ് CPM കോൺഗ്രസ് CPM എന്ന് പറഞ്ഞ ആട്ടത്തിനപ്പുറത്ത് വേറൊരു നിലപാടെടുത്ത് നിൽക്കാൻ CPIയെ പോലെയുള്ള സംഘടനകൾ തയ്യാറാവണം. കാരണം CPI ഔദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള നിലപാടെടുത്തില്ലെങ്കിൽ CPIയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ, CPIയിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ BJPയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാലം വിദൂരമല്ല എന്ന് CPI തിരിച്ചറിയും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.